ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചക്ക വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പഴംപൊരിയാണ്. നമ്മൾ സാധാരണ ഏത്തപ്പഴം വെച്ചിട്ടാണ് പഴംപൊരി തയ്യാറാക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചക്ക വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പഴംപൊരി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ചക്കപ്പഴംപൊരി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 10ഓളം ചക്കച്ചുള എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലതുപോലെ പഴുത്തിട്ടുള്ള വരിക്ക ചക്ക വേണം എടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ പഴംപൊരി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഞാനിപ്പോൾ പഴുത്തിട്ടുള്ള ചക്ക തന്നെയാണ് എടുത്തിട്ടുള്ളത്, കളറില്ലാന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പൂടെ ചേർത്തതിന് ശേഷം മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചക്കയുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു 3 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് കുറച്ചൊന്ന് തിക്കായിട്ടുള്ള രൂപത്തിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കും. നമ്മൾ സാധാരണ പഴംപൊരി തയ്യാറാക്കി എടുക്കുന്ന അതേപോലെ തന്നെയാണ് ഈ ഒരു പഴംപൊരിയും തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പം ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കുറച്ചൊന്ന് തിക്കായിട്ടുള്ളൊരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു പരുവത്തിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചക്കയൊക്കെ മാവിലൊന്ന് മുക്കുമ്പോഴത്തേക്കും ചക്കയിൽ മാവൊന്നും ഒട്ടിയിരിക്കണം. ആ ഒരു പരുവത്തിൽ വേണമെന്ന് കലക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കച്ചുള ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാവിലൊന്ന് മുക്കിയതിന് ശേഷം എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ചക്കച്ചുളയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചക്കപ്പഴംപൊരി ഒരുപാട് എണ്ണ കുടിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചക്കച്ചുളയും മാവിലൊന്ന് മുക്കി എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ചക്ക പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചക്കയുടെയൊക്കെ സീസൺ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇതൊന്ന് തയ്യാറാക്കി നോക്കാം. നമുക്ക് പഴം വെച്ചിട്ടുള്ള പഴംപൊരി ഏത് സമയത്ത് വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. എന്നാൽ ചക്ക വെച്ചിട്ടുള്ള ഈ ഒരു പഴംപൊരി നമുക്ക് ചക്കയുടെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ തയ്യാറാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.